വാ 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 കിടന്നു കിടന്നു. ഓ കരയില്ലേ 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 കരയില്ലേ. ഓ ഓ ഓ ഓ ഓ ഇല്ല 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 ഇല്ല. ഇതാരാ ഇത്? എന്താടാ? ആ വാവേ കളിക്കാണോ? എടി ലച്ചുമോളെ ഞാൻ അച്ഛന്റെ റൂമിൽ കിടത്തി. ബാക്കിയുള്ളവർക്കും കൂടി പനി പകരണ്ടല്ലോ. ഡോക്ടർ എന്താ ചേച്ചി പറഞ്ഞേ? മോക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? 3 ദിവസം മരുന്ന് കഴിച്ചാൽ അവക്ക് ഭേദാവും. ദയം ശബരി ഹോസ്പിറ്റലില് അവിടെ തങ്ങുമായിരിക്കും അല്ലേ? എത്ര സമയം കഴിഞ്ഞ് വിടാന്നാ പറഞ്ഞു? അവർ രണ്ടുപേരും ശബരിയുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി ജീരു. അതെന്താ? ദയക്കത് കണ്ടിന്യൂ ചെയ്യാൻ തോന്നിയോ? അതൊന്നും അല്ലടി കാര്യം. ഹോസ്പിറ്റലിൽ വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോഴേ ദയയുടെ റിസൾട്ട് പോസിറ്റീവ് അല്ല. എന്നുവെച്ചാ അവള് പ്രഗ്നന്റ് അല്ലേ? അല്ല, അവൾക്കുണ്ടായ ലക്ഷണങ്ങളൊക്കെ വയറിലുള്ള മറ്റെന്തോ അസുഖത്തിൻ്റെതാ. അയ്യോ, അതെന്ത് അസുഖമാണെന്ന് ഡോക്ടർ പറഞ്ഞു ചേച്ചി? ഇല്ല, അതിന് സ്കാനിങ് അടക്കമുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യണം. ഞങ്ങൾ പോയ ഹോസ്പിറ്റലില് അതിനുള്ള സൗകര്യമൊന്നുമില്ലല്ലോ. പ്രഗ്നന്റ് അല്ലാന്ന് പറഞ്ഞപ്പം ദയക്കും ശബരിക്കും ആശ്വാസമായി കാണുമല്ലേ? ശബരിക്ക് ഒരു ജീവൻ ഇല്ലാതാക്കേണ്ടി വന്നില്ലല്ലോ എന്നുള്ള ആശ്വാസമുണ്ട്. പക്ഷേ ദയക്ക് ടെൻഷൻ മൊത്തം വയറിന് വല്ല മാരകമായിട്ടുള്ള വല്ല അസുഖമായിരിക്കുമെന്നാ. ദൈവം അങ്ങനെയൊന്നും വരുത്താതിരിക്കട്ടെ. ആ എന്തായാലും അവളുടെ അഹങ്കാരത്തിന് നല്ലൊരു അടി കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. ശബരിയുടെ വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ലാന്ന് പറയുന്നവള് മോനെ കാണണമെന്നും പറഞ്ഞ് അവന്റെ കൂടെ അപ്പൊ തന്നെ പോയി. അതെന്തായാലും നന്നായി. ശബരി അവക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കും. പിന്നെ രഘുവേട്ടൻ എന്ത് പറയുന്നു ചേച്ചി? ഓ എന്ത് പറയാൻ, ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ശബരിയായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. വണ്ടിയിൽ തിരിച്ചു വരുമ്പോഴും ഞങ്ങൾ തമ്മിലൊന്നും സംസാരിച്ചില്ല. വന്നു കയറിയപ്പോ വിനയനോട് എന്തൊക്കെയോ പറഞ്ഞ് ഉടക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. എടി, അവൻ നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ലല്ലോ? ഏയ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയല്ലേ ചേച്ചി. എന്നാലൊരു ടെൻഷനായിരുന്നു. എപ്പോഴാ രൂപവും ഭാവം മാറുന്നതെന്ന് അറിയില്ലല്ലോ. ആ, ഞങ്ങള് നിന്നെ തനിച്ചാക്കി പോകാൻ പാടില്ലായിരുന്നു. നീ കൂടി നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ പോയത്. വേണ്ടായിരുന്നു. ഏയ്, അതൊന്നും കുഴപ്പമില്ല ചേച്ചി. എന്തായാലും മോളെ ഡോക്ടറെ കാണിക്കാൻ പറ്റിയില്ലേ? നിങ്ങൾ വന്ന സ്ഥിതിക്ക് അയാൾ ഉടനെ പോവുമായിരിക്കും. ആ, ഇത്രയും സമയം നിനക്ക് കൂട്ടായിട്ട് ഇവിടെ നിന്നതല്ലേ. ഞാനേ അവൻ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കട്ടെ. വാവേ.